ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഇന്ന് നല്ലൊരു കോളിഫ്ലവർ പോപ്കോണാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. ലൈക്കും സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ട് ഒരു കോളിഫ്ലവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഉപ്പിട്ട് വേവിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നാൽ മതി, ഒരുപാട് വെന്ത് വരുമൊന്നും വേണ്ട. ഇനി ഈ വെള്ളം ഊറ്റിക്കളയാം. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 3/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്തെടുക്കുകയാണ്. പിന്നെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം ആ കോളിഫ്ലവർ അത് ഇതിലേക്ക് ഇട്ടെടുക്കുക. നല്ലതുപോലെ ഈ പൊടിയിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കോളിഫ്ലവർ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ബാലൻസ് വന്ന ഈ പൊടിയിലേക്ക് 3 സ്പൂണോളം തൈര് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഈ ബാറ്ററിൽ ഓരോ കോളിഫ്ലവർ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ കോളിഫ്ലവർ പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ബൗളില് പൊടിച്ച പഞ്ചസാര 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ളു ഉപ്പും 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 സ്പൂൺ മല്ലിയില അരിഞ്ഞോട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറിന്റെ മേളിലായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയുള്ളൂ, നല്ല ടേസ്റ്റിയും ക്രിഞ്ചിയുമായ ഗോബി പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പ്ലേറ്റ് കാലിയാവുന്നത് അറിയുക തന്നെ ഇല്ല. അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യണേ. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.